എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കൺസെപ്റ്റ് സയൻസ് സെൻറ്ററിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് +1 ബോട്ടണി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. +1 ബയോളജിയിൽ ഏകദേശം 22 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ 11 ചാപ്റ്റർ ബോട്ടണിയിലും 11 ചാപ്റ്റർ സുവോളജിയിലുമാണ്. പല സെക്ഷനുകളിലായിട്ട് 11ഓളം ചാപ്റ്ററാണ് നമുക്ക് ബോട്ടണിയിൽ പഠിക്കാനുള്ളത്. അതിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ജീവികളുടെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന് തന്നെ തരംതിരിക്കലിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിനകത്തുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന സാധനമാണ്. അത് നമ്മുടെ പുഷ്പിക്കുന്ന സപുഷ്പികളായിട്ടുള്ള സസ്യങ്ങളിലെ കുറച്ച് പുറമേ കാണപ്പെടുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. തൊട്ടടുത്ത ചാപ്റ്റർ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പ്ലാന്റ്സിനകത്തുള്ള അകത്തുള്ള കുറച്ച് ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതാണ് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ. പിന്നീട് 2 ചാപ്റ്റർ സെല്ലുകളെ കുറിച്ചുള്ള ചാപ്റ്റേഴ്സാണ്. സെല്ല് ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററും, അതായത് സെല്ലിനകത്തുള്ള കമ്പോണൻസും അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും ജോലികളും എല്ലാമാണ് അതിന് പഠിക്കുന്നത്. തൊട്ടടുത്ത ചാപ്റ്റർ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് കോശ വിഭജനത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. അടുത്ത ഒരു 5 ചാപ്റ്റർ സെക്ഷനാണ് പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്നൊരു സെക്ഷനാണ്. പ്ലാന്റ് ഫിസിയോളജിയിൽ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്പോർട്ട് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നല്ല, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്നാണ്. അതായത് സസ്യങ്ങളിലേക്കുള്ള ആഹാരത്തിൻ്റെ ആയാലും ജലത്തിൻ്റെ ആയാലും ലവണങ്ങളിലെ ആയാലും സഞ്ചാരം എങ്ങനെ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയെന്നാണ് ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. തൊട്ടടുത്ത ചാപ്റ്റർ മിനറൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. മിനറൽ ന്യൂട്രീഷനിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് പ്ലാന്റ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള മിനറൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഓരോരുത്തരുടെയും ജോലി എന്താണ്, അതിൻ്റെ അഭാവം കൊണ്ട് പ്ലാന്റ്സിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. തൊട്ടടുത്ത ചാപ്റ്റർ ഫോട്ടോസിന്തസിസ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ്. ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ് എന്നാണ്. ഫോട്ടോസിന്തസിസ് നമുക്കറിയാം, പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആ ചാപ്റ്റർ പറയുന്നത്. തൊട്ടടുത്ത ചാപ്റ്റർ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിനകത്തുള്ള എനർജി പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് ആ ചാപ്റ്ററിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അവസാനത്തെ ചാപ്റ്റർ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഇങ്ങനെ വളരെ ഇതായിട്ടുള്ള ഏകദേശം 11ഓളം ചാപ്റ്ററാണ് നമുക്ക് +1 ബോട്ടണി ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. എല്ലാവരും ആ ടേം ഒന്ന് നോക്കുക. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബയോളജി എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രമാണ്, അതായത് ജീവികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തരംതിരിക്കുക. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീവികളെ തരംതിരിക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് ജീവികളെ തരംതിരിക്കുക എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈങ് ഓർഗാനിസംസ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് 1 or more ക്യാരക്ടേഴ്സ്. അതായത് ഒന്നോ അതിലധികമോ സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നതിനെ പറയുന്ന പേരാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പല കാര്യങ്ങളും, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർഗാനിസത്തിൻ്റെ ഘടനയാവാം, ചിലപ്പോൾ അവരുടെ ആഹാര രീതിയാവാം, അല്ലെങ്കിൽ ആഹാരം സമ്പാദിക്കുന്ന രീതിയാവാം, എന്തും. അപ്പോൾ ഒന്നോ അതിലധികമോ ക്യാരക്ടേഴ്സിനനുസരിച്ച്, സ്വഭാവങ്ങൾക്കനുസരിച്ച് ജീവികളെ പല ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അവിടെ ജീവികൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരിക്കണം. ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അപ്പം നമ്മളതിനകത്ത് പറയുന്ന നീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവം പറയുന്നുണ്ട്. എന്താണ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുള്ള പ്രയോജനം? ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ പെട്ടെന്ന് ഒരാളെ എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിനെ എടുത്ത് പഠിക്കണമെങ്കിൽ ക്ലാസിഫിക്കേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ പല തരത്തിൽ ഉള്ള പ്രയോജനങ്ങൾ, നമുക്ക് 1-2 പ്രയോജനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നാമത് പറയുന്നത് നോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഓർഗാനിസംസ്. അതായത് ജീവികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പുകളെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ക്ലാസിഫിക്കേഷൻ പ്രയോജനപ്പെടുത്താം. അതായത് പല ഗ്രൂപ്പുകളിലുള്ള ഓർഗാനിസത്തിനെ എടുക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പിലുള്ള ഓർഗാനിസങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള സിമിലാരിറ്റീസ് കാണും. അതാണ് അവർ റിലേഷൻഷിപ്പ് പറയുന്നത്.
അപ്പോൾ ജീവികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പുകളെ കുറിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ പല ജീവികൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് പഠിക്കാം? ക്ലാസിഫിക്കേഷനെ പ്രയോജനപ്പെടുത്താം. അതേപോലെ തന്നെ എവല്യൂഷണറി റിലേഷൻഷിപ്പുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കാം. നിങ്ങൾ SSLCയുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ എവല്യൂഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ പല ജീവികൾ തമ്മിലും എവല്യൂഷണറിയിൽ പല ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കാൻ നമുക്ക് ക്ലാസിഫിക്കേഷനെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇപ്പോൾ നീഡ് ഓഫ് ക്ലാസിഫിക്കേഷനകത്ത് പറയേണ്ട പ്രധാനപ്പെട്ട രണ്ടിതാണ്: നോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഓർഗാനിസംസ്, നോ ദ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഓർഗാനിസംസ്. ഇതിനെ കൂടാതെ പലതരത്തിലുള്ള പ്രയോജനങ്ങളുണ്ട്. ഒരു ഓർഗാനിസത്തിനെ കുറിച്ച് നമുക്ക് വളരെ എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസിഫിക്കേഷനെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ഓർക്കുക. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിസത്തിനെ പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നതിനെ, ഒന്നോ അതിലധികമോ ക്യാരക്ടേഴ്സിനനുസരിച്ച് പല ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നതിനെ പറയുന്ന പേരാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ നീഡ് ഓഫ് ക്ലാസിഫിക്കേഷനകത്ത് പല പ്രയോജനങ്ങൾ പറയാം. പ്രധാനമായിട്ടും ഈ രണ്ട് പ്രയോജനങ്ങളെന്ന് ഓർക്കുക. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പറയാനുള്ളത് രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അതിൽ ആദ്യം പ്രതിപാദിക്കുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന് കാൾ ലിനേയസ് എന്ന് പറയുന്ന ആളാണ്. നമ്മൾ കാൾ ലിനേയസിനെ കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത്, അതേപോലെ ടാക്സോണമിക്കൽ ഹയറാർക്കി കൊണ്ടുവന്നത് ഇദ്ദേഹമാണെന്നെല്ലാം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ തൽക്കാലം രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആദ്യമേ നമുക്ക് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിനകത്തുള്ള ആൾക്കാർ ആരൊക്കെയാണ്, അതിനകത്തുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അതിനുശേഷമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നത്. ഓക്കെ. അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ ലിനേയസ് എന്ന് പറയുന്ന ആളാണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അദ്ദേഹം ഉൾപ്പെടുത്തിയത്, അതായത് ഈ വേൾഡിലുള്ള എൻറ്റയർ ഓർഗാനിസത്തിനെയും അല്ലെങ്കിൽ ഈ ബയോസ്ഫിയറിനകത്തുള്ള അല്ലെങ്കിൽ ജീവമണ്ഡലത്തിനകത്തുള്ള എല്ലാ ജീവികളെയും അദ്ദേഹം 2 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചു. ഒന്ന് കിങ്ഡം പ്ലാന്റ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 കിങ്ഡങ്ങളാക്കിയിട്ടാണ് തിരിച്ചത്. കിങ്ഡം പ്ലാന്റ്, 2 കിങ്ഡം ആനിമേലിയ. അതായത് പ്ലാന്റ്സും അനിമൽസും എന്നും പറഞ്ഞ് ഈ എൻറ്റയർ വേൾഡിലുള്ള അല്ലെങ്കിൽ ബയോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ ജീവമണ്ഡലത്തിലുള്ള ജീവികളെ 2 ഗ്രൂപ്പുകളായി തരംതിരിച്ചു. ഈ 2 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നമുക്ക് ജീവികൾ ഉൾപ്പെടുത്താൻ പറ്റും എന്നാണ് കാൾ ലിനേയസ് പറഞ്ഞത്. ഓക്കെ. അപ്പം നമുക്കിനി പറയാനുള്ളത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്തുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ പറഞ്ഞു കാൾ ലിനേയസ് ആണ് ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന് പറഞ്ഞു. എൻറ്റയർ വേൾഡിലുള്ള, അതായത് ഈ ബയോസ്ഫിയറിലുള്ള ഓർഗാനിസങ്ങളെയെല്ലാം അദ്ദേഹം കിങ്ഡം പ്ലാന്റ് അല്ലെങ്കിൽ കിങ്ഡം അനിമേല്, ഇത് രണ്ടിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പാക്കി തിരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൊത്തം 2 ഗ്രൂപ്പായിട്ടാണ് അദ്ദേഹം തിരിച്ചത്. നെക്സ്റ്റ് അതിനകത്ത് പറയാനുള്ളത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതായത് അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നാണ്. പലതരത്തിലുള്ള പോരായ്മകൾ നമ്മൾ പല പുസ്തകങ്ങളിലായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇത്രയും പോരായ്മകളെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വേൾഡിലുള്ള എല്ലാ ഓർഗാനിസങ്ങളെയും ഈ 2 ഗ്രൂപ്പിൽ ആയിട്ടാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാന്റ് അല്ലെങ്കിൽ അനിമേൽ, അല്ലെങ്കിൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസ്. അപ്പം ഇതിനകത്തുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഹി ഗ്രൂപ്പ്ഡ് ബാക്ടീരിയ, ഫംഗൈ, ആൻജിയോസ്പേംസ്, ജിംനോസ്പേംസ് എക്സെട്ര. അങ്ങനെ പല തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസങ്ങളെ അദ്ദേഹം ഒരൊറ്റ ഗ്രൂപ്പായിട്ടുള്ള പ്ലാന്റ്സിനകത്ത് ഉൾപ്പെടുത്തി. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് പേര് പറയുമ്പോൾ തന്നെ അറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഓർഗാനിസംസ് ആണ്. ഇതിനുള്ള എല്ലാ ഗ്രൂപ്പുകളെ കുറിച്ചും നമുക്ക് ഇനി പഠിക്കാനുമുണ്ട് അങ്ങോട്ട് പോകുന്ന ഭാഗങ്ങളിൽ. അപ്പോൾ ബാക്ടീരിയകളെയും ഫംഗസുകളെയും ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിനകത്തുള്ള പുഷ്പങ്ങൾ ഉണ്ടാക്കുന്ന സസ്യങ്ങളെ കുറിച്ചിട്ടാണ്. ജിംനോസ്പേം എന്ന് പറഞ്ഞാൽ നേക്കഡ് സീഡായിട്ടുള്ള, അതായത് ഫ്രൂട്ട്സ് ഒന്നും ഫോം ചെയ്യാത്തതാണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ജീവികളെ ഒരൊറ്റ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരൊറ്റ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയെന്നാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്.
രണ്ടാമതായിട്ട് ഫംഗസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പ്ലാന്റ്സിനകത്ത് ഉൾപ്പെടുത്തി. നമ്മൾ പറഞ്ഞു ഫംഗസ് എന്ന് പറയുന്നത് ഹെറ്ററോട്രോപ്സ് ആണ്, അതായത് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ പറ്റാത്ത ജീവികളാണ്. പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയുന്ന ജീവികൾ എന്നാണ് നമുക്ക് പ്രതിപാദിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഫംഗസുകളെ പ്ലാന്റ്സിനകത്ത് ഉൾപ്പെടുത്തി, അതൊരു വലിയ പോരായ്മയാണ്. അപ്പോൾ ഹെറ്ററോട്രോപ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരപോഷികളായിട്ടുള്ള സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത ഫംഗസുകളെ പ്ലാന്റ്സിനകത്ത് ഉൾപ്പെടുത്തി. മൂന്നാമതായി യുഗ്ലീന എന്ന് പറയുന്ന ഓർഗാനിസം, യുഗ്ലീന, ക്ലാമിഡോമോണാസ് പോലുള്ള ഓർഗാനിസം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്, സ്വഭാവങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. സ്വന്തമായി ആഹാരം നിർമ്മിക്കാനുള്ള ശേഷി ഇല്ലാത്തത്, മൂവ്മെൻറ്റ്, സഞ്ചരിക്കാനുള്ള ശേഷി, ഇതൊക്കെ അനിമൽസിൻ്റെ സ്വഭാവങ്ങളാണ്. അപ്പോൾ അതുപോലെ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവങ്ങൾ പ്രതിപാദിക്കുന്ന കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്. അതിലൊരു എക്സാമ്പിളാണ് നമ്മുടെ യുഗ്ലീന എന്ന് പറയുന്ന ഓർഗാനിസം. ആ യുഗ്ലീന എന്ന് പറയുന്ന ഓർഗാനിസം പ്ലാന്റ്സിനകത്താണ് കാൾ ലീനിയേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ പോരായ്മയാണ്. അതുപോലെ ലൈക്കൻസ്, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലൈക്കൻസ് അല്ലെങ്കിൽ മ്യൂച്വലിസം, സിംബയോസിസ് എന്നൊക്കെ പറഞ്ഞു, അതായത് രണ്ട് വ്യത്യസ്ത ജീവികൾ പരസ്പര സഹായത്തോടു കൂടി ഒന്നിച്ച് ജീവിക്കുന്നതിനെ പറയുന്ന പേരാണ് സിംബയോസിസ് അല്ലെങ്കിൽ മ്യൂച്വലിസം. അതിൻ്റെ ഉദാഹരണമാണ് ലൈക്കൻസ്. അതായത് ആൽഗകളും ഫംഗസുകളും ചേർന്നിട്ടുള്ള സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെങ്കിൽ മ്യൂച്വലിസത്തിനെ പറയുന്ന പേരാണെന്ത്? ലൈക്കൻസ് എന്ന് പറയുന്നത്. ഈ ലൈക്കൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസങ്ങളെയും എന്ത് ചെയ്തു? പ്ലാന്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് കാൾ ലീനിയേഴ്സ് ഉൾപ്പെടുത്തിയത്. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തതായി അദ്ദേഹം ഈ ഗ്രൂപ്പുകളിലുള്ള ഓർഗാനിസങ്ങളെ യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ, അതായത് ഏകകോശ ജീവികളെയും ബഹുകോശ ജീവികളെയും പരസ്പരം കമ്പാരിസൺ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വേർതിരിച്ചിട്ടില്ല. അതേപോലെ തന്നെ പ്രോക്യാരിയോട്സ്, യൂക്യാരിയോട്സ്, അതായത് പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പ്രോക്യാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ കോശത്തിനകത്ത് വ്യക്തമായ മർമ്മമുള്ള അല്ലെങ്കിൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസങ്ങളെയാണ് നമ്മൾ യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെയാണ്, കോശങ്ങളെയാണ് നമ്മൾ പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികളെ നമ്മൾ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് എന്നും പറയും. അപ്പോൾ ജീവികളെ ഇങ്ങനെ ഈ രീതിയിൽ, അതായത് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികളിൽ നിന്ന് കമ്പാരിസൺ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവരെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല. പ്രോക്യാരിയോട്സ്, യൂക്യാരിയോട്സ് എന്ന് പറഞ്ഞൊന്നും ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല. ഇത്രയുമാണ് നമ്മൾ കാൾ ലീനിയേഴ്സിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒന്ന്, പല വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ബാക്ടീരിയ, ഫംഗസ്, ആൻജിയോസ്പേംസ്, ജിംനിയോസ്പേംസ് എന്നൊക്കെ പറഞ്ഞ പല വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ജീവികളെ അദ്ദേഹം പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ് വരേണ്ടതാണ്. ഇത്രയും വ്യത്യസ്തതകളുള്ള ഓർഗാനിസങ്ങളെ ഒരൊറ്റ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത് ഒന്നാമത്തെ പോരായ്മയായിട്ട് കാണുന്നു. അടുത്തതായി ഫംഗസുകളെ, അതായത് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത ഫംഗസുകളെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്, അതായത് ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയുന്ന പ്ലാന്റ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തി. അടുത്തതായി യുഗ്ലീന, പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന, സ്വഭാവങ്ങൾ കാണിക്കുന്ന പല ഓർഗാനിസങ്ങളുടെ ഒരു ഉദാഹരണമാണ് യുഗ്ലീന. യുഗ്ലീന എന്ന് പറയുന്ന ജീവിയെയും പ്ലാന്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അതോടൊപ്പം ലൈക്കൻസ്, സിംബയോട്ടിക് അസോസിയേഷനാണ്. ആൽഗകളും ഫംഗസുകളും തമ്മിലുള്ള മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷനെ പറയുന്ന പേരാണ് ലൈക്കൻസ്. അവരെയും പ്ലാന്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അതോടൊപ്പം തന്നെ യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ, അതായത് ഏകകോശ ജീവികളെയും ബഹുകോശ ജീവികളെയും വേർതിരിച്ച് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്തിട്ടില്ല. അതുപോലെ പ്രോക്യാരിയോട്സുകളെയും യൂക്യാരിയോട്സുകളെയും കമ്പാരിസൺ ചെയ്തിട്ടില്ല. ഇത് ഇത്രയുമാണ് പ്രധാനമായിട്ടും കാൾ ലീനിയേഴ്സിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എല്ലാം പറഞ്ഞിരുന്നു. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡിസഡ്വാൻറ്റേജ് കംപ്ലീറ്റ് പറഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ ഇനി പറയാനുള്ളത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്കാണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ പോരായ്മകളെ അതിജീവിച്ചുകൊണ്ടാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന റോബർട്ട് എച്ച് വിറ്റാഗർ എന്ന് പറയുന്ന ആളാണ്. R.H. വിറ്റാഗർ, റോബർട്ട് എച്ച് വിറ്റാഗർ. അദ്ദേഹം എൻ്റയർ ഓർഗാനിസങ്ങളെ അല്ലെങ്കിൽ മുഴുവൻ ജീവികളെയും 2 കിങ്ഡത്തിന് പകരം 5 കിങ്ഡങ്ങളാക്കി തിരിച്ചു. അപ്പോൾ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റൈ, കിങ്ഡം അനിമേലിയ. അപ്പോൾ 5 കിങ്ഡങ്ങളായിട്ടാണ് റോബർട്ട് എച്ച് വിറ്റാഗർ ക്ലാസിഫൈ ചെയ്തത് ജീവികൾ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അതിനകത്ത് മനസ്സിലാവും. അഡ്വാൻറ്റേജിനകത്ത് പറയുമ്പോഴത്തേക്കും
സെപ്പറേഷൻ ഓഫ് പ്രോക്യാരിയോട്സ് ഇൻറ്റു മൊണീറ, അതായത് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത, മർമ്മമില്ലാത്ത കോശങ്ങളുള്ള ജീവികളെ അദ്ദേഹം മൊണീറ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. നമ്മൾ അവിടെ പറഞ്ഞ കാൾ ലിനീസിൻ്റെ ഡിസഡ്വാൻറ്റേജിൽ പറഞ്ഞിരുന്നു എന്ത്, പ്രോക്യാരിയോട്സിനെയും യൂക്യാരിയോട്സിനെയും തമ്മിൽ അദ്ദേഹം ഡിസ്റ്റിങ്വിഷ് ചെയ്തില്ല എന്ന്. അപ്പോൾ ഇവിടെ പ്രോക്യാരിയോട്സിനെയും യൂക്യാരിയോട്സിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് പ്രോക്യാരിയോട്ടായിട്ടുള്ള വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത മൊണീറ എന്ന് പറയുന്ന ജീവികളെ, മൊണീറ എന്ന് പറയുന്ന വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ മൊണീറ എന്ന് പറയുന്ന കിങ്ഡത്തിലേക്ക് ഉൾപ്പെടുത്തി. അതോടൊപ്പം അദ്ദേഹം പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും സ്വഭാവങ്ങൾ കാണിക്കുന്ന യുഗ്ലീന പോലെയുള്ള ജീവികളെ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന സെപ്പറേറ്റ് കിങ്ഡത്തിലേക്ക് ഉൾപ്പെടുത്തി. അപ്പോൾ അവർക്ക് മാത്രമായി ഒരു ഗ്രൂപ്പ് കൊടുത്തു. പിന്നീട് നമ്മൾ പറഞ്ഞേ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത, അതായത് ഹെട്രോട്രോപ്സ് ആയിട്ടുള്ള പരപോഷികളായിട്ടുള്ള ഫംഗസുകൾക്ക് വേണ്ടി അദ്ദേഹം മൂന്നാമത് വേറൊരു ഗ്രൂപ്പ് കൂടി കൊണ്ടുവന്നു, കിങ്ഡം ഫഞ്ചൈ. പിന്നീട് പഴയ നമ്മുടെ പ്ലാന്റ് ആൻഡ് അനിമേലിയ. അപ്പോൾ ഏകദേശം ഈ ഗ്രൂപ്പുമായിട്ട് സാമ്യത ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ഉള്ള പല ആൾക്കാർക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള 3 ഗ്രൂപ്പ് കൂടി റോബർട്ട് എച്ച് വിറ്റാഗർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് എൻറ്റയർ ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 5 കിങ്ഡംസ്: മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. അതിലെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അഡ്വാൻറ്റേജസിൽ പറയുന്നത് സെപ്പറേഷൻ ഓഫ് പ്രോക്യാരിയോട്സ് ഇൻറ്റു മൊണീറ, അതായത് പ്രോക്യാരിയോട്ടുകളായിട്ടുള്ള വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ അദ്ദേഹം മൊണീറ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും സ്വഭാവങ്ങൾ കാണിക്കുന്ന യുഗ്ലീന, ക്ലാമിഡോമോണാസ് പോലെയുള്ള ജീവികളെ അദ്ദേഹം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള രണ്ടാമതൊരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. സ്വന്തമായ ആഹാരം നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത ഫംഗസുകൾക്ക് വേണ്ടി അദ്ദേഹം ഫഞ്ചൈ എന്ന് പറയുന്ന പുതിയൊരു ഗ്രൂപ്പിനെ കൊണ്ടുവന്നു. പിന്നെ പ്ലാന്റ്സിൻ്റെ സ്വഭാവമുള്ള പ്ലാന്റ്, അനിമൽ. ഇതാണ് റോബർട്ട് എച്ച് വിറ്റാഗറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ഓർത്ത് നോക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യമേ പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അതായത് ഈ ബയോസ്ഫിയറിലുള്ള ജീവമണ്ഡലത്തിലുള്ള ജീവികളെയെല്ലാം ഒന്നോ അതിലധികമോ സ്വഭാവങ്ങൾക്കനുസരിച്ച് പല ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നതിനെ പറയുന്ന പേരാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ദ ക്ലാസിഫൈങ് ദ എൻറ്റയർ ഓർഗാനിസംസ് ഇൻറ്റു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് 1 or more ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് നമുക്ക് നീഡ് ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് തരംതിരിക്കലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പലതരത്തിലുള്ള പ്രയോജനങ്ങൾ നമുക്കുണ്ട്. അതായത് 2 എണ്ണം പറഞ്ഞത് നമുക്ക് ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും എളുപ്പം മനസ്സിലാക്കാൻ നമുക്ക് ക്ലാസിഫിക്കേഷനെ പ്രയോജനപ്പെടുത്താം. അതുപോലെ അവർ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പുകളെ, പരിണാമത്തിൽ ഉണ്ടാകുന്ന ബന്ധത്തിനെ കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് ക്ലാസിഫിക്കേഷനെ പ്രയോജനപ്പെടുത്താം. ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പിന്നീട് നമുക്ക് പറഞ്ഞ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്ന് കാൾ ലിനേഴ്സിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും 2 റോബർട്ട് എച്ച് വിറ്റാഗറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും. കാൾ ലിനേഴ്സിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം എൻറ്റയർ ഓർഗാനിസങ്ങളെയും 2 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചു: പ്ലാന്റ്, അനിമേലിയ. അതിനകത്ത് കുറച്ച് ഡിസഡ്വാൻറ്റേജസ്, പോരായ്മകളുണ്ട് നമ്മൾ പറഞ്ഞു. പോരായ്മകൾ ഏതൊക്കെയാണെന്നും പറഞ്ഞു. അതായത് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ബാക്ടീരിയ, ഫഞ്ചൈ, ആൻജിയോസ്പേംസ്, ജിംനോസ്പേംസ്, അങ്ങനെ പല വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസങ്ങളെ എല്ലാം കൂടെ അദ്ദേഹം പ്ലാന്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഗ്രൂപ്പിലാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. രണ്ടാമത് പോകുമ്പോഴത്തേക്കും സ്വന്തമായ ആഹാരം നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത, അതായത് ഹെട്രോട്രോപ്സ് ആയിട്ടുള്ള ഫംഗസുകളെയും പ്ലാന്റ്സിനകത്ത് ഉൾപ്പെടുത്തിയ വലിയൊരു പോരായ്മയാണ്. സാധാരണ രീതിയിൽ പ്ലാന്റ്സിനകത്ത് വരുന്നതെല്ലാം ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്വന്തമായ ആഹാരം നിർമ്മിക്കാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. ഫോട്ടോസിന്തറ്റിക് ആവണമെന്നില്ല, സ്വന്തമായ ആഹാരം നിർമ്മിക്കാൻ ശേഷിയുള്ളവരായിരിക്കണം. അടുത്തതായി യുഗ്ലീന, സ്വന്തം പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന യുഗ്ലീന പോലെയുള്ള ജീവികളെ അദ്ദേഹം പ്ലാന്റ്സിനകത്ത് ഉൾപ്പെടുത്തി. അതോടൊപ്പം തന്നെ
സിംബയോട്ടിക് അസോസിയേഷൻ ആയിട്ടുള്ള, അതായത് മ്യൂച്വലിസം കാണിക്കുന്ന ലൈക്കൻസ്, ആൽഗയും ഫംഗസും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനാണ് ലൈക്കൻസ്. അപ്പോൾ ലൈക്കൻസ് പോലെയുള്ള ഓർഗാനിസങ്ങളെ നമ്മൾ എവിടെ ഉൾപ്പെടുത്തി? പ്ലാന്റ്സിനകത്ത് ഉൾപ്പെടുത്തി. അതേപോലെ പ്രോക്യാരിയോട്ടുകളെയും യൂക്യാരിയോട്ടുകളെയും അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം അല്ലാത്ത ഓർഗാനിസംസ്, യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ, ഏകകോശ ജീവികളെയും ബഹുകോശ ജീവികളെയും ഒന്നും താരതമ്യ പഠനം നടത്തില്ല, താരതമ്യം ചെയ്തിട്ടില്ല. ഇതൊക്കെയായിരുന്നു കാൾ ലിനേസിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ പോരായ്മകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീടാണ് റോബർട്ട് എച്ച് വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് എൻ്റയർ ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. അതിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പിന്നീട് പറഞ്ഞത്. കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, നമുക്ക് ഏകദേശം ഒരു 3 അഡ്വാൻറ്റേജ് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഇത് എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് ദ സെപ്പറേഷൻ ഓഫ് പ്രോക്യാരിയോട്സ് ഇൻറ്റു സെപ്പറേറ്റ് കിങ്ഡം മൊണീറ. അതായത് പ്രോക്യാരിയോട്ടുകൾ, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസങ്ങളെ മൊണീറ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള പുതിയ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തി. അപ്പോൾ ആ ഗ്രൂപ്പിൽ പ്രോക്യാരിയോട്ടുകൾ മാത്രമേ ഉള്ളൂ. പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന യുഗ്ലിനെ പോലെയുള്ള ജീവികളെ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കിങ്ഡത്തിൽ കൊടുത്തു. സ്വന്തമായ ആഹാരം നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത പരപോഷികളായിട്ടുള്ള ഫംഗസുകൾക്ക് വേണ്ടി അദ്ദേഹം കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുന്ന പുതിയ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് പ്രധാനമായിട്ടും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, റോബർട്ട് എച്ച് വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ഓരോ കിങ്ഡത്തിനകത്തുള്ള ആൾക്കാരും അവരുടെ സ്വഭാവങ്ങളും സവിശേഷതകളും ഒക്കെയാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ എപ്പിസോഡ്. താങ്ക് യു.